ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 6 മണിയോട് കൂടി ഞങ്ങൾ ശ്രീനഗറെത്തി. റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ കാത്ത് എൻ്റെ ഫ്രണ്ട് അനീത്തിൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കാറിൽ കയറി. പുറത്ത് അത്യാവശ്യത്തിന് തണുപ്പുണ്ട് ജമ്മുവിനെ അപേക്ഷിച്ച്. ഇനി യാത്ര ഫുഡ് കഴിക്കാനാണ്. ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ പോയത് ദാൽഗേറ്റിനടുത്തുള്ള പരസ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള കൃഷ്ണ വൈഷ്ണോ ധാബയിലേക്കാണ്. അവിടെ നിന്ന് ചന ഭട്ടൂര കഴിച്ചു. ഇനി റൂം കണ്ടുപിടിക്കണം. ദാൽ ലേക്കിന്റെ അടുത്തുകൂടെ പോയപ്പോൾ ചിലർ ഹൗസ് ബോട്ടിനെ കുറിച്ച് ചോദിച്ചു. 8,000 ആണ് പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള ആൾക്ക് കാശ്മീർ പരിചയമുള്ളതുകൊണ്ട് 4 നൈറ്റിന് 4,500 പറഞ്ഞൊപ്പിച്ചു. രാത്രിയിൽ ദാൽ ലേക്ക് പകലിനേക്കാൾ മനോഹരമായി തോന്നി. ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ വലിയ തടാകമാണ് ദാൽ ലേക്ക്. ആദ്യത്തേത് വൂളാർ ലേക്കാണ്. ഷിക്കാരയിൽ കയറാൻ ആദ്യം പേടി തോന്നിയെങ്കിലും യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഗാർഡ് നമ്പർ 8 നമ്മുടെ ഹൗസ് ബോട്ട് റോസ്മേരി. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ കാശ്മീരിന്റെ പൈതൃകവും ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ദാൽ തടാകത്തിൽ ഒഴുകി നടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഹൗസ് ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ലൈറ്റ് കാണാം. അവിടെയാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. ഈ ബോട്ട് ഹൗസുകൾക്ക് ഒരു കഥയുണ്ട്. 1800കളുടെ മധ്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഭൂമി വാങ്ങാൻ കഴിയാതിരുന്ന കാലത്ത് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ അവർക്കായി ഒരുക്കിയ ബോട്ട് ഹൗസുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. അത് ഒരു ബോട്ടും വീടും ചേർന്ന ഒരു ഒഴുകി നടക്കുന്ന ഹോട്ടലാണ്. ദാൽ തടാകത്തിലും നഗീൻ തടാകത്തിലും ആണ് ഇവ കാണുന്നത്. മരത്തിൽ കൊത്തിയെടുത്ത മനോഹരമായ അലങ്കാരങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ എന്നിവയോടെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. നല്ല റൂമാണ്. ഇലക്ട്രിക് ബ്ലാങ്കറ്റും എക്സ്ട്രാ ഹീറ്ററും ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.